ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്റ്റോണിയയുടെ തലസ്ഥാനമായ ടാലിനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കാണിച്ചിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 10 മണി. നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു കഫേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വി ഹാഡ് ഇൻ യൂറോപ്പ് എന്ന് തന്നെ പറയാം ഇതിനെ. ഇതുവരെ എവിടെ നിന്നും ട്രൈ ചെയ്യാത്ത കുറച്ച് ഫുഡുകളായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത്. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടമായി. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ റിസപ്ഷൻ ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ റൂമിലേക്കൊക്കെ കയറുന്നത് കോഡ് നമ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവർ തരും. അതിലുണ്ടായിരുന്നു ഒരു കഫേയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമുക്കൊരു 12 യൂറോ ഓരോരുത്തർക്കും തരുന്നുണ്ട്. ആ 12 യൂറോ വെച്ചിട്ട് നമുക്ക് ആ കഫേയിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കാമെന്ന്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഓരോരുത്തർക്കും 12 യൂറോ ഭയങ്കര കുറവാണല്ലോ എന്നാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഇനഫ് ആണെന്ന് തോന്നി. നല്ല പോലെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു മാളിലേക്ക് പോയി. വൈറു കെസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളായിരുന്നു അത്. അവിടെ നമ്മൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ള ടിക്കറ്റ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഇവിടെയൊക്കെ നടന്ന് കാണാനുള്ള തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ. ഞങ്ങൾ നടന്ന് വീണ്ടും എത്തിയത് ഓൾഡ് ടൗൺ ഏരിയയിൽ തന്നെയാണ്. അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഒരു പ്രായമായ ആളിൽ ഹാർമോണിയം വായിക്കുന്നതാണ്. എനിക്ക് യൂറോപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് സ്ട്രീറ്റ് മ്യൂസീഷ്യൻസിൻ്റെ ഇങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ കുറച്ച് പ്രായമായ സ്ത്രീകൾ വൂളൻ ഹാറ്റും ഗ്ലൗസൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ആ ഇരിക്കുന്ന ആൾക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു. തിരക്കുന്നൊക്കെ മാറി കുറച്ചൊരകുന്നൊരു സ്ഥലത്തായിരുന്നു ആൾ വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് വൈറു ഗേറ്റിനപ്പുറം ഇങ്ങനെയുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സിന് കച്ചവടം നടത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായിരിക്കണം അവർ ഇവിടെ നടത്തുന്നത്. ഇന്നലെ രാത്രി കണ്ടിരുന്നു ഈ ഫ്ലവർ ഷോപ്പുകൾ. അന്നേരം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പകൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ബാക്ക്ഗ്രൗണ്ടിൽ നിഷാദിൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് നമുക്കുള്ളൊരു കാറ് ബുക്ക് ചെയ്യാണ്. ടാലിൽ നിന്ന് നമ്മൾ ലാറ്റ്വിയയിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള കാറ് ബുക്ക് ചെയ്യുന്നതാണ് ആൾ. ഇനി നമുക്ക് ആ കാണുന്ന വൈറു ഗേറ്റിന് അപ്പുറമുള്ള ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകൾ കാണാം. ഇന്നലെ കാണാതിരുന്ന ചില ഭാഗങ്ങളാണ് ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഗേറ്റ് കടന്ന് കയറിയ ഉടനെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലൊരു വഴി കണ്ടു. ഇന്നലെ ആ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഈ റൈറ്റ് സൈഡിലുള്ള വഴികളിലൂടെ പോയി നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകൾ ഉള്ളതെന്ന്. എല്ലാം ഷോപ്പുകൾ തന്നെയാണ്. പക്ഷേ നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സ്ഥലം. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് പ്രാഗ് ആണ് ഓർമ്മ വന്നത്. പ്രാഗും ഇതേപോലെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ചില ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള യൂറോപ്യൻ നഗരമാണല്ലോ പ്രാഗ്. അതിൻ്റെ അത്ര വരില്ലെങ്കിലും ടാലിനും നല്ല ഭംഗിയുള്ളൊരു നഗരമാണ്. ടാലിന് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഓൾഡ് ടൗണിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു അനുഭവമാണ്. ഞാൻ ഈ വീഡിയോയിൽ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ ശബ്ദം ശരിക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ കൂടെ നിങ്ങൾ നടക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണേണ്ടി വരും. കാരണം എനിക്ക് സന്തോഷമുള്ള സമയത്ത് ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോസ് എടുക്കാറുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. അതുപോലെ സന്തോഷമുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഓൾഡ് ടൗണ്, ടാലിൻ്റെ ഓൾഡ് ടൗൺ. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാം. നമ്മൾ നടന്ന് ഇങ്ങനൊരു സ്ഥലത്തെത്തി. ഇത് നൺ ടവർ ആൻഡ് വാളാണ്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ബാക്ക് സൈഡ് കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് മോനായിരുന്നു ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്.
അപ്പോൾ അതുവഴി കുറച്ച് ആളുകൾ പോകുന്നുണ്ടായിരുന്നു. അവർ ചോദിച്ചു ഞങ്ങൾ ഫോട്ടോ എടുത്ത് തരണോ എന്ന് ചോദിച്ചു. സ്വതവേ മോന് ഫോട്ടോസിലൊന്നും നിൽക്കാത്തതാണ്. അവർ ചോദിച്ചപ്പോൾ എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മോന് ഞങ്ങളുടെ കൂടെ ഫോട്ടോയിൽ നിന്നു. നമ്മളിപ്പോൾ ഈ നൺ ടവറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കയറുകയെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മളിപ്പോൾ ബാക്ക് സൈഡിലാണല്ലോ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇതെങ്ങനെയാണ് കാണാൻ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുതരാം കേട്ടോ. ഈ കാണുന്ന ഫോട്ടോസിലുള്ളത് പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ബാക്ക് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നടന്ന് ഞങ്ങൾ അവസാനം ഇതിൻ്റെ എൻട്രൻസ് കണ്ടെത്തി. ഇതിൽ എൻട്രി ഫീ ഉണ്ട്. നമ്മൾ കയറുമ്പം തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആളടുത്ത് നിന്ന് നമുക്ക് ടിക്കറ്റ് വാങ്ങാം. എന്നിട്ടാണ് ഇതിൻ്റെ ടവറിലേക്ക് നമ്മൾ കയറി പോകേണ്ടത്. 5 യൂറോ ആണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ 5 ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് കയറി. ടാലിൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യാം. ടാലിൻ കാർഡിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ നേരത്തെ മാളിൽ പോയത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടാലിൻ കാർഡ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് ദിവസം നിങ്ങൾ ടാലിനിൽ നിൽക്കുകയാണെങ്കിൽ, ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടാലിൻ കാർഡ് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല. 1.85 കിലോമീറ്റർ നീളത്തിലുള്ള സിറ്റി വാളാണിത്. ഇതിൽ 26 ഡിഫെൻസീവ് ടവേഴ്സ് ഉണ്ട്. പിന്നെ 2 ഇൻ്റർമീഡിയറ്റ് ഗേറ്റ്സും പിന്നെ 2 ഫ്രണ്ട് ഗേറ്റ്സും ഉണ്ട്. അത്രയും നീളമുള്ള ഈ വാളിൻ്റെ ഈ ചെറിയൊരു ഭാഗത്ത് മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളത്. ഈ ഒരു ഭാഗത്താണ് നൺ ടവർ, സോണ, ഗോൾഡൻ ഫുട്ട് ടവർ ഇതൊക്കെ ഉള്ളത്. ഇത് നിർമ്മിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. ഇത്രയും പഴക്കം ചെന്നതാണെങ്കിലും നല്ല കെട്ടുറപ്പുണ്ടായിരുന്നു ഈ മതിലിനും ടവറിനുമൊക്കെ. 3 നിലകളിലേക്കുള്ള സ്റ്റെയർസ് കയറിയതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. ആദ്യം ഒരു സ്റ്റെയർ കയറിയിട്ട് ഒരു ടവറിലെത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാനുള്ള ഭാഗമെത്തി. പിന്നെ വീണ്ടും സ്റ്റെയർസ് കയറി. അതും സ്പൈറൽ സ്റ്റെയർസാണ് നമ്മൾ കയറുന്നത്. പിന്നെയാണെങ്കിൽ ചെറിയൊരു വഴിയാണ്. നല്ലോണം സൂക്ഷിച്ചിട്ടായിരുന്നു കയറുന്നുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടമായി. ഒരു സാഹസികമായിട്ടുള്ള സ്റ്റെപ്പ് കയറലായിട്ടാണ് തോന്നിയത്. നമ്മൾ കയറാനായിട്ട് ഒരു കയറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിടിച്ചിട്ടായിരുന്നു നമ്മൾ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നത്. ടവറിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ഡിസ്പ്ലേ ഉണ്ട്. കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഓൾഡ് ടൗണിൻ്റെ വ്യൂ നല്ല പോലെ കിട്ടുന്നുണ്ട്, നല്ല ഭംഗിയിൽ. പിന്നെ ടൂംബെ കാസിലും നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ടൂംബെ കാസിൽ എന്ന് പറയുന്നത് ടാലിൻ്റെ പാർലമെൻറ്റ്. ഇങ്ങനെയുള്ള ഡിഫെൻസീവ് വാൾസ്, അതായത് പ്രതിരോധ മതിലുകൾ വേറൊരു യൂറോപ്യൻ നഗരങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സ്പെയിനിലെ അവില എന്ന് പറയുന്ന ഒരു നഗരത്തിന് ഇങ്ങനൊരു ഡിഫെൻസീവ് വാൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു കുഞ്ഞു വഴിയില്ലേ, അതാണ് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന വഴി. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ. താഴത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. ഈ ഫ്ലോറിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന വഴിയില്ല, ടവർ മാത്രമേ ഉള്ളൂ. പിന്നെ താഴെ ഇറങ്ങിയിട്ട് ഞാൻ വീണ്ടും ആ പുറത്തുള്ള വഴി കൂടെ നടന്നു. നേരത്തെ ഞാൻ കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മുകളിലേക്ക് കയറുകയാണ് ഉണ്ടായത്. ഇപ്പം തിരിച്ചിറങ്ങിയിട്ട് ഒന്നുകൂടെ ഈ വഴി കൂടെയൊക്കെ നടന്നു. നടക്കുന്ന വഴിക്ക് ഞാനോർത്തത് പണ്ട് ഇവിടെയൊക്കെ പാറവകാര് നിന്നിരിക്കണം, എന്നിട്ട് ആ ജനൽ വഴിയായിരിക്കും പുറത്തേക്ക് നോക്കിയിരുന്ന് ഈ സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവുക എന്നൊക്കെ. പിന്നെ മരം കൊണ്ട് പാകിയ ഒരു വഴി ഉണ്ടായിരുന്നു. കാണുമ്പോൾ തോന്നും നമുക്ക് അത് തീരെ ഉറപ്പില്ലാന്ന്, പക്ഷെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും നല്ല ഉറപ്പുള്ള മരം തന്നെയാണെന്ന്. പല കളറുകളുള്ള ചരടുകളും റിബണുകളും കെട്ടിയിട്ടുണ്ടായിരുന്നു ഹാൻഡ് റെയിലിൻ്റെ ഒരു ഭാഗത്ത്. അത് ഇവർ കെട്ടിയതാണോ അതോ ടൂറിസ്റ്റുകൾ കെട്ടുന്നതാണോ എന്നറിയില്ല. അശ്വതി ആ ചരടുകൾ നോക്കിയിട്ട് ഭയങ്കര ആലോചനയിലാണ്. എന്താണാവോ ഇതിന് അർത്ഥം എന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് താഴത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇതൊരു ഗ്യാലറിയാണെന്ന്. ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്ന വഴിക്കാണ് പോയത്. ഞങ്ങൾ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴത്തേക്ക് പോയി. എൻട്രൻസിൻ്റെ അടുത്തേക്ക് ഇറങ്ങുന്ന സ്റ്റേഴ്സ് DJ പാർട്ടിക്ക് പോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മ്യൂസിക്കും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മോളും വന്നു. അതോടെ അതിലുണ്ടായിരുന്ന സ്ത്രീ ഭയങ്കര ബഹളമായി, അത് തൊടലേ ഇത് തൊടലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നല്ല ഭംഗിയുള്ള പൊട്ടിപ്പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആർക്കായാലും ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കാണുന്ന 2 പേര് ഒരു മ്യൂസിയത്തിൻ്റെ ബ്രോഷർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. മ്യൂസിയം ഓഫ് മിഡീവിയൽ ടോർച്ചർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയത്തിൻ്റെ ബ്രോഷറായിരുന്നു അവരുടെ കയ്യിൽ. അപ്പോൾ അതിൽ എല്ലാ എൻട്രി ഫീൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിയത്തെ കുറിച്ച് അറിയാത്തവർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ ഈ പ്രത്യേക വേഷത്തിൽ വന്നിട്ട് ഇത് കൊടുക്കുമ്പോൾ. എന്തായാലും ഞങ്ങൾ മ്യൂസിയത്തിലൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഓൾഡ് ടൗൺ തന്നെ കണ്ടു തീർക്കാൻ ഒരു ദിവസം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ വന്ന പോലെയല്ല, ഇപ്പം നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡഡ് ആയിട്ടുണ്ടായിരുന്നു എല്ലാ വഴികളും. ആളുകളെ വീഡിയോസിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോൾ ഭാഗം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിൽ അധികം ആളുകളെയൊന്നും നിങ്ങൾ കാണുന്നില്ലെങ്കിലും സത്യത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നേരത്തെയൊക്കെ ഞാൻ ആളുകളില്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് വീഡിയോ എടുക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനൊരു സ്ഥലത്ത് എത്തിയപ്പോൾ കുറച്ച് ദൂരെ ഇന്ത്യൻ്റെ ഫ്ലാഗ് കണ്ടു. ആ ബിൽഡിങ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്, അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. അവിടെ കുറച്ച് കുട്ടികൾ സ്വിങ്ങിലിരിക്കുന്നുണ്ടായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്വിങ്ങിൽ ജാനുവിനെയും ആമീനെയും ഇരുത്തി കഷ്ടകാലത്തിന് അത് ചങ്ങലയായിട്ട് ബന്ധിപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് അത് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് കുറച്ച് നേരം ബഹളം വെച്ചു. അപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെല്ലാം പോയതിന് ശേഷം ഞങ്ങൾ ഇതിലിരുത്തി. അപ്പോൾ 2 പേർക്ക് നല്ലപോലെ സന്തോഷമായി. അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ചെടികൾ കണ്ടു, പല നിറത്തിലായിട്ട്. ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള ചെടികൾ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ കാണുന്നത് എഡ്വേർഡ് വിൽഡെ മോണ്യുമെൻ്റ് ആണ്. എഡ്വേർഡ് വിൽഡെ എന്ന് പറയുന്നത് എസ്റ്റോണിയൻ റൈറ്ററാണ്. അദ്ദേഹത്തിനുള്ളൊരു സ്മാരകമാണിത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചേർച്ച് കാണാം. നിഗുലിസ്റ്റ് ചേർച്ച് എന്നാണ് അതിൻ്റെ പേര്. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല, ഞാൻ എന്തായാലും സ്ക്രീനിൽ എഴുതുന്നുണ്ട്. നിഗുലിസ്റ്റ് ചേർച്ചിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. ഈ ചേർച്ചിനെ സെയിൻറ്റ് നിക്കോളാസ് ചേർച്ച് ആൻഡ് മ്യൂസിയം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ചേർച്ച് 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നതെങ്കിലും 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് ബോംബിങ്ങിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം നശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ ചേർച്ച് റിലീജിയസ് പേർപ്പസിനായിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതൊരു മ്യൂസിയമാണിപ്പോൾ. നടക്കുന്നതിനിടയിൽ ഒരു നല്ല ഭംഗിയുള്ള ബുക്ക് സ്റ്റോർ കണ്ടു. നല്ല ക്യൂട്ടായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്റ്റീരിയറൊക്കെ. ഇനി ഞങ്ങൾക്ക് ഇന്നലെ കണ്ട കത്തീഡ്രൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഈ സ്ഥലത്തുനിന്ന് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു ഇതുവഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറേ വഴി തെറ്റിയിട്ടാണ് അവസാനം ഇങ്ങ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്നതാണ് കാണുന്നത്. പഠിച്ചവനറിയാം ഗൂഗിൾ മാപ്പ് നമ്മളെ എവിടെയാണ് എത്തിക്കുന്നത് എന്നുള്ള ടെൻഷനോടെയായിരുന്നു നടന്നതെങ്കിലും സ്റ്റെപ്പുകൾ കയറി അവസാനം ഞങ്ങൾ ആ സ്ഥലം എക്സിറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടെ നടന്നപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട കത്തീഡ്രലിൻ്റെ അടുത്തെത്തി. കുറച്ചു നേരം പുറത്തുനിന്ന് വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറി.
ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല, ഫോൺ അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കത്തീഡ്രലിനുള്ളിൽ ടൂറിസ്റ്റ് വിസിറ്റേഴ്സിനേക്കാളും കൂടുതൽ വിശ്വാസികളായിരുന്നു. അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞ ഉടനെയുള്ള സമയമായിരുന്നല്ല, അതുകൊണ്ട് ഒരുപാട് വിശ്വാസികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾ തിരിച്ചിറങ്ങി പോന്നു. ഇന്നലെ രാത്രി വന്നപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ കളറൊന്നും ശരിക്കും മനസ്സിലായിരുന്നില്ല. ഫോട്ടോയിലുള്ളത് പോലെ അല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പകൽ ഫോട്ടോയിലുള്ള പോലെ തന്നെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് ടൂംബെ കാസിൽ, അതായത് ഇപ്പോഴത്തെ ടാലിൻ്റെ പാർലമെൻറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രാത്രി ആയതുകൊണ്ട് വീഡിയോയിൽ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഇതാ നല്ല പകൽ വെളിച്ചത്തിൽ പാർലമെൻറ്റിൻ്റെ മുറ്റത്തൂടെ നമ്മൾ നടക്കുന്നു. വൈകുന്നേരമായി, നമ്മൾ ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, നടത്തം തന്നെയായിരുന്നു. ഇനി എന്തെങ്കിലും കഴിക്കണം. ഞങ്ങളിങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു. ആ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചന് ഞങ്ങൾക്ക് ജനലിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടുന്ന് പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാഴ്ച കണ്ടത്. ഇന്നലെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇന്നെല്ലാം പൊളിച്ചിരിക്കുന്നു. നമ്മളങ്ങനെ നടന്ന് റെസ്റ്റോറൻറ്റിലെത്തി. സീറ്റ് കിട്ടാൻ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവസാനം സീറ്റ് കിട്ടി, ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. നല്ല ഇരുട്ടായിട്ടുണ്ട്. നാളെ നമ്മൾ ഇവിടുന്ന് ലാറ്റ്വിയയിലേക്ക് പോകുന്നുണ്ട്. ലാറ്റ്വിയയിലേക്ക് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ബായ്.